നമസ്കാരം. ചീഫ് എഡിറ്റേഴ്സ് കോളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ്. കേരള സന്ദർശനത്തിന് വരുന്നതിന് മുൻപായി അദ്ദേഹത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ നടപടിയെടുക്കേണ്ട നമ്മുടെ സംസ്ഥാന സർക്കാർ. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹത്തെ വധിക്കും, അല്ലെങ്കിൽ ഒരു ചാവേർ ആക്രമണത്തിലൂടെ അദ്ദേഹത്തെ, പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തും എന്നൊരു ഭീഷണി കത്ത് നമ്മുടെ പോലീസിന് ലഭിക്കുന്നു. അതുമാത്രവുമല്ല, വളരെ നിർണായകമായ പല രേഖകളും, വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കേണ്ട പല രേഖകളും ഇന്ന് പുറത്താവുകയും ചെയ്തു. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഇതിൻ്റെ പേരിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് നടപടികളായിരിക്കും സ്വീകരിക്കാൻ പോവുക? അതുമല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ അജണ്ട BJPക്ക് നടപ്പാക്കാനുണ്ടോ? വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്തുമെന്ന് ഭീഷണി. കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിലും സുരക്ഷാ ഭീഷണിയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ലഭിച്ച ഓമക്കത്തിലാണ് ഭീഷണി സന്ദേശം. ചാവേർ ബോംബ് സ്ഫോടനത്തിലൂടെ മോദിയെ വകവരുത്തും എന്നാണ് ഓമക്കത്തിലുള്ളത്. ഈ ഓമക്കത്തിന്റെ ഉറവിടം പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതാണ് മോദിക്കെതിരായ പ്രകോപനത്തിന് കാരണമെന്നാണ് ഇന്റലിജൻസ് ADGPയുടെ റിപ്പോർട്ടുള്ളത്. കേരളത്തിൽ PDP ഉൾപ്പെടെയുള്ള ചില തീവ്രവാദ സംഘടനകൾ സജീവമാണ്. ഇവരെല്ലാം മോദിയെ എതിർക്കുന്നുവെന്നും ചില വിദ്യാർത്ഥി സംഘടനകളും മോദിയെ ലക്ഷ്യമിടുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഴ്ചകളില്ലാത്ത സുരക്ഷ ഒരുക്കും. ഇതിന്റെ ഭാഗമായി മംഗലപുരത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടിയും റദ്ദാക്കിയിട്ടുണ്ട്. വന്ദേ ഭാരതിലെ യാത്ര മോദി വേണ്ടെന്ന് വെച്ചതും ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ്. എലത്തൂരിലെ തീവണ്ടിയിലെ ആക്രമണം തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ സജീവമാണെന്നതിന് തെളിവാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുണ്ടായ തീപിടുത്തത്തെയും കേന്ദ്ര ഏജൻസികൾ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി 24 വൈകുന്നേരം 5 കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിലെത്തും. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ മധ്യപ്രദേശിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. 5:30 പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോ. 6 തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൗണ്ടിൽ BJPയുടെ നേതൃത്വത്തിൽ യുവജന സംഘടനകൾ നടത്തുന്ന യുവം കോൺക്ലേവാണ് അദ്ദേഹത്തിന്റെ മുഖ്യ പരിപാടി. തുടർന്ന് 7:45 താജ് മലബാർ ഹോട്ടലിലേക്ക് പോകുന്ന അദ്ദേഹം അന്ന് അവിടെ താമസിക്കും. അടുത്ത ദിവസം രാവിലെ തിരുവനന്തപുരത്തെത്തും. 10:30 സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് വന്ദേ ഭാരതത്തിന്റെ ഫ്ളാഗ് ഓഫ്. പക്ഷേ കന്നിയാത്രയിൽ അദ്ദേഹം പങ്കെടുക്കില്ല. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ തുടർച്ചയായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കും. റെയിൽവേയുടെ 4 പദ്ധതികളുടെ ഉദ്ഘാടനം, ടെക്നോ സിറ്റിയുടെ ശിലാസ്ഥാപനം, കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം എന്നിവ അദ്ദേഹം നിർവഹിക്കും. സമ്മേളനത്തിന് ശേഷം 12:40 അദ്ദേഹം സൂറത്തിലേക്ക് പോകും. ന്യൂസ് ഡെസ്ക്, യോഗനാഥം ന്യൂസ്. ഇന്ന് ചീഫ് എഡിറ്റേഴ്സ് കോളത്തിൽ ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ P. ശ്രീകുമാർ സാറാണ്. നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു വാർത്തയിലൂടെയാണ് കേരളം, ശ്രദ്ധേയമെന്ന് മാത്രമല്ല വളരെ നിർണായകമായ ഒരു വാർത്തയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം എടുത്തിരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിനെതിരായി കഴിഞ്ഞ 17-ാം തീയതി ഒരു വധഭീഷണി കത്ത് ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പലതും പുറത്താവുകയും ചെയ്യുന്നു. സാർ, എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണാൻ കഴിയുക? അല്ല, ഇത് ഗുരുതരമായ വീഴ്ചയാണ്. കാരണം പ്രധാനമന്ത്രിയെ പോലുള്ള VVIPകളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇൻറ്റേണലായി തയ്യാറാക്കുന്ന ഡോക്യുമെൻ്റ് അത് ചോർന്നു എന്നുള്ളത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ആ ഡോക്യുമെൻ്റ് ഞാൻ കണ്ടു. അതിൻ്റെ നമുക്ക് എല്ലാം മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടത്. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ടതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഡോക്യുമെൻ്റാണ്. ഇപ്പോഴത്തെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം, ദേശീയ തലത്തിലുള്ള സാഹചര്യം, ഒപ്പം കേരളത്തിൽ ആൻറ്റി സോഷ്യൽ അല്ലെ ആൻറ്റി നാഷണൽ എലമെൻസിൻ്റെ ശക്തമായ സാന്നിധ്യം പേരെടുത്ത് പറഞ്ഞ് SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അങ്ങനെയുള്ള പല ശക്തികളും, ഒപ്പം ഈ ദുബായ് ബേസിലുള്ള ഓർഗനൈസേഷൻ, ഇന്ത്യക്കകത്തുള്ള ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ, ഇവരുടെയൊക്കെ നരേന്ദ്രമോദിയോടും കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള എതിർപ്പ് വളരെ ശക്തമായി നിൽക്കുകയാണ്. ഒപ്പം ചില നക്സൽ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ നക്സൽ ഗ്രൂപ്പുകളുടെയും എന്ത് വേണമെങ്കിലും ചെയ്യുക. അതുകൊണ്ട് പോലീസ് വളരെ വിജിലൻ്റ് ആകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടിൻ്റെ ബേസിൽ ഉന്നത പോലീസുകാർക്ക് ഷെയർ ചെയ്യേണ്ട ഒരു ഡോക്യുമെൻറ്റ് പബ്ലിക് ഡൊമൈനിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലും വലിയ വീഴ്ചയുണ്ടോ? ഉത്തരവാദപ്പെട്ടവരാരാണ്? ഇത് നമ്മുടെ ശരിക്കും
ഇതിന് ന്യായം പറയാനൊക്കത്തില്ല. ചിലപ്പോൾ നമുക്കറിയാം, ഇവിടെ ഇതിനു മുമ്പ് പ്രധാനമന്ത്രി കൊണ്ടുപോയ വണ്ടി പോയപ്പോഴത്തേനും വന്ന വാഹനം ചിലപ്പോൾ റീറൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ ചില വേറെ പ്രോട്ടോകോൾ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. വാഹനം സ്റ്റോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പരിപാടിക്കകത്ത് ചിലപ്പോൾ ദേശീയഗാനം പാടാതെ പരിപാടി, അതൊക്കെ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതൊക്കെ അതുപോലല്ല ഇത് ഇത്രയും ഗൗരവമുള്ള ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ പോയി ഒരാളെങ്കിലും കൊടുക്കാതെ പോകത്തില്ലല്ലോ. ആ കൊടുത്തയാൾ ക്രിമിനലാണ്. അത് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ ആരെങ്കിലും ഇപ്പം എല്ലാവരും കൂടി ചെയ്തോ അല്ലെങ്കിൽ ഇതിൻ്റെ വേണ്ടി ഗൂഢാലോചന ഉണ്ടോ എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ ചെയ്തല്ലോ, അതായത് ഉന്നത തലത്തിലുള്ള ഒരു പോലീസ് ചെയ്തിട്ടുണ്ട്. അത് ക്രിമിനലാണ്. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ സാധാ പോലീസുകാരല്ല, നമുക്ക് സാധാ പോലീസുകാരിലുള്ളിൽ ക്രിമിനൽ ഉണ്ടെന്നും മോഡി വിരുദ്ധരുണ്ടെന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. കാരണം അത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റും അവരുടെ ഇടപെടലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇതുണ്ടെന്ന് പറയുമ്പോഴത്തേനും അത് നമ്മുടെ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ എന്ത് നമ്പർ 1? പ്രധാനമന്ത്രിയെ പോലുള്ളവരുടെ സുരക്ഷാ ഡോക്യുമെൻ്റ് പോലും ചോർന്നു പോകുന്ന പോലീസ് സംവിധാനത്തെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സാർ, ഒരു പക്ഷേ ഇതിനുള്ളിൽ മറ്റൊരു തരത്തിലൊരു രാഷ്ട്രീയം നമുക്ക് കാണാൻ കഴിയുമോ? അതായത് ഇവിടെ ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് പല LDF-ൽ തന്നെ ഘടകകക്ഷികളായിട്ടുള്ള പല സംഘടനകളുടെയും പേരുകൾ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ പേരിൽ വന്നിട്ടുണ്ട് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിൻ്റെ പോക്ക് ഏത് രീതിയിലാണ് എന്ന് നമുക്കതൊന്ന് ശങ്കിക്കേണ്ടി വരില്ല? അല്ല, നമുക്ക് ഇപ്പം നരേന്ദ്രമോദി ഇവിടെ വരുന്നു, യുവം എന്ന ഒരു പരിപാടി, ഒരു പുതിയ പരിപാടി, രാഷ്ട്രീയത്തിൻ്റെ തനി രാഷ്ട്രീയ പരിപാടിയല്ല എന്ന് പറയുന്നെങ്കിലും നരേന്ദ്രമോദി വരുന്നതുകൊണ്ടും അതിൻ്റെ പിന്നിൽ BJP എന്ന ഓർഗനൈസേഷൻ്റെ രാഷ്ട്രീയമുണ്ട്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. അല്ല, അതൊക്കെ സത്യമാണല്ലോ. അപ്പം BJP രാഷ്ട്രീയ, പക്ഷേ അങ്ങനെ BJPയുടെ കൊടി പിടിക്കാൻ താല്പര്യമില്ലാത്ത യുവാക്കളും വരട്ടെ. കാരണം അങ്ങനെ ധാരാളം പബ്ലിക് കേരളത്തിലുണ്ട്. കേരളം പോലെ സംസ്ഥാനത്ത് BJPയുടെ കൊടി പിടിക്കാൻ താല്പര്യമില്ല, CPM-ൻ്റെ കൊടി പിടിക്കാൻ താല്പര്യമില്ല, കോൺഗ്രസിൻ്റെ കൊടി പിടിക്കാൻ ഒരു കൊടിയും പിടിക്കാൻ താല്പര്യമില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ കാര്യങ്ങൾ, നരേന്ദ്രമോദിയുടെ എന്തുണ്ടല്ലോ വികസന കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന ധാരാളം യൂത്തുണ്ട്. അവരെ ആകർഷിക്കാൻ വേണ്ടി കൂടിയാകാം BJP അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കളർ കൊടുക്കാതെ ആ പരിപാടി നടത്തുന്നത്. പക്ഷേ അത് BJP നയിക്കുന്ന സർക്കാരിനെയും BJP നയിക്കുന്ന സർക്കാരിൻ്റെ നേതാവായ മോഡിയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ BJPക്ക് സപ്പോർട്ട് കിട്ടുന്നവർ തന്നെയാണ്. അത് അതിനെതിരെ നമുക്ക് ഇവിടെ ഇപ്പോൾ യുവസംഗമം കോൺഗ്രസ് നടത്തുന്നുണ്ട്. DYFI 101 ചോദ്യങ്ങളുമായിട്ട്, അതൊക്കെ നമുക്ക് രാഷ്ട്രീയമായിട്ട് തന്നെ പറയാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, അങ്ങനെ വേണം താനും. BJP ഒരു വലിയ പരിപാടി, കേരളം കാണാത്ത ഒരു പരിപാടി നടത്തുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ വലിയ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരുന്നതിനൊന്നും കുഴപ്പമില്ല. അത് രാഷ്ട്രീയം. ഇവിടെ രാഷ്ട്രീയമല്ല. ഇവിടെ നമുക്ക് ഈ വിഷയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വിഷയമല്ലല്ലോ ഇത്. ഇവിടെ രാഷ്ട്രീയത്തിന്റെ ആ ഒരു ചെറിയ ചട്ടക്കൂടിനകത്ത് ഒതുക്കാൻ പറ്റുന്ന വിഷയവും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് രാഷ്ട്രീയമായിട്ട് നമ്മളിത് ഒരിക്കൽ പോലും ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികൾ ആരെങ്കിലും ഈ തീവ്രവാദ സംഘടനയുടെ പേരിലുള്ളതുകൊണ്ട് ഒരു താല്പര്യമുള്ള ഒരാൾ ലീക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ട് അതിന് അങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്കൂ കേരളത്തിൽ? എന്തൊക്കെയായാലും എത്ര എക്സ്ട്രീമിലേക്ക് പോയാലും അങ്ങനെ കളിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി വേണം, വ്യക്തമായ നടപടി വേണം, വലിയ തലത്തിലുള്ള അന്വേഷണം വേണം. ഇത് ആരായാലും അവരെ എക്സ്പോസ് ചെയ്യണം. അവർ ഈ ഫോഴ്സിൽ കാണാൻ പറ്റത്തില്ല. നമ്മുടെ സെക്യൂരിറ്റി നമുക്കെങ്ങനെ ഉറപ്പ് വെക്കാൻ പറ്റും? ചെറിയ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ വരുന്ന സ്ത്രീകളെ അടിക്കുന്നതും അല്ലെങ്കിൽ ഇല്ലാത്തവൻ്റെ പേര് കേസ് ചുമത്തുന്നതൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. അതൊക്കെ നടക്കുമായിരിക്കും. ഒരു ഉന്നത ഉദ്യോഗസ്ഥരിലൊക്കെ കൈക്കൂലിയും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഇത്ര ഗൗരവമുള്ള ഒരു വിഷയത്തിൽ നമ്മൾ എവിടെ പോയി നിൽക്കുന്നു? രാഷ്ട്രീയം അല്ലല്ലോ ഇത്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തർക്കിക്കാനുള്ള സമയമല്ല. ഇതിന് ശക്തമായ നടപടി തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് ഈ കേരളത്തിനൊന്നും ഒരു നട്ടല്ലുയർത്തി നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ നമുക്ക് പലതിലും കേരളത്തിനെ നാണം കെടുത്തുകയാണ്. ഒരു കരടി എത്തതിന് ഈയിടെ വനം വകുപ്പ് ഏറ്റവും മോശപ്പെട്ട വനവകുപ്പാണ് കേന്ദ്രത്തിലെ ഈ പഴയ മുൻ മന്ത്രി മേനകാ ഗാന്ധി ഉൾപ്പെടെ പറയുന്നു. നാഷണൽ ലെവലിൽ നാണൊക്കെ ഉണ്ടാകുന്നു, ഇൻ്റർനാഷണൽ ലെവലിൽ പോലും ചർച്ചയാകും. അപ്പോൾ അതുപോലത്തെ ഒരു നാഷണൽ ലെവലിൽ കേരളത്തിൻ്റെ പോലീസ് ഫോഴ്സിനെ കുറിച്ച് വളരെ മോശമായ ഒരു ചിത്രം നൽകുന്ന ഒരു സംഭവം. ഇതിനെ നമുക്ക് നരേന്ദ്രമോദിയോടുള്ള എതിർപ്പെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഭരിക്കുന്ന ഇടതുപക്ഷമായതുകൊണ്ട് BJPക്കാരനായ നരേന്ദ്രമോദി എന്നുള്ള പ്രശ്നമായിട്ട് കാണുകയേ കൂടാ. എല്ലാ കാലത്തും ഏതെങ്കിലും പാർട്ടി ഭരിക്കാനും പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യണം. ഇത് നമുക്ക് പോലീസുകാർ ഡ്യൂട്ടി ചെയ്തില്ല എന്ന് മാത്രമല്ല, ഏതോ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ആരെങ്കിലും 1-2 പേരോ ആലോചിച്ച് ഇങ്ങനെ ഒരു സാധനം പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനെതിരെ ശക്തമായ നടപടി ഉടൻ തന്നെ എടുക്കുകയും വേണം. സാർ, അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പിടിയിലാകുന്ന ഭീകരവാദികൾക്ക്, ഇപ്പം ഷാറൂഖ് സൈഫി ഉൾപ്പെടെയുള്ള നിൽക്കുന്നവർക്ക് പലർക്കും ഒരു കേരള കണക്ഷൻ വന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്.
പലപ്പോഴും ഈ പല സ്ഫോടനങ്ങളിലും ഓട്ടോറിക്ഷയിൽ പിന്നെ എന്താ പറയുക പ്രഷർ കുക്കറിനകത്ത് ബാംഗ്ലൂർ നടന്നതിനകത്തും ഒക്കെ ഈ സ്ഫോടനങ്ങൾക്കെല്ലാം കേരളവുമായി ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യുന്ന ലിങ്കുകൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു സർവ്വസാധാരണമായ കാഴ്ചയാണ്. ഇപ്പോൾ തന്നെ ഷാരൂഖ് സൈഫി വന്നിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ആണ് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ കേരളം ഇതിന് പറ്റിയ വളക്കൂറുള്ള ഒരു മണ്ണ് എന്നുള്ള നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോഴത്തെ ഒരു? അല്ല, അതിപ്പോൾ ഉടനെ ഉണ്ടായതല്ല. ഈ അടുത്ത കാലത്ത് സംഭവം കുറേ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് BJP RSS ഒക്കെ അത് വളരെ നേരത്തെ തന്നെ RSSൻ്റെ ഒക്കെ പ്രമേയങ്ങൾ തന്നെയുണ്ട്. കേരളം കാശ്മീരാകാതിരിക്കാൻ ഇപ്പോഴാണ് നടപടി വേണമെന്നൊക്കെ പറഞ്ഞ് BJP നേതാക്കന്മാരൊക്കെ ധാരാളം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഒരു 10-15 വർഷമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരിലെ ഒരു തീവ്രവാദത്തിന് ഒരു വേറൊരു ഫേസ് ഉണ്ട്. പക്ഷേ കേരളം നമ്മളിപ്പം എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഇത്രയും ശക്തികൾക്ക് വളരാനുള്ള നല്ല വളക്കൂറാണ്. കാരണം പല പല ഇൻട്രസ്റ്റുകൾ കൊണ്ട് ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ട് ഇവിടെ ഭരിച്ചിരുന്ന ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും LDF ആയാലും UDF ആയാലും ഇവരുടെ സപ്പോർട്ട് പല രീതിയിൽ മേടിച്ചുകൊണ്ട് ഇവരൊക്കെ വളരെ വളരെ താങ്ങ് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ എവിടെ ഇന്ത്യയിൽ എവിടെ പ്രശ്നം ഉണ്ടായാലും ഈ കാശ്മീരിലായാലും ബാംഗ്ലൂരായാലും ഹൈദരാബാദായാലും ഇനി ഗുജറാത്തിലായാലും ഒക്കെ സ്ഫോടനങ്ങളോ ഇങ്ങനത്തെ നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് പിന്നീട് മലയാളികളുടെ പടങ്ങൾ കാണാം. ഇനി സിറിയയിലേക്കും അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് പല രീതിയിൽ ഇവിടുന്ന് പോയവരുണ്ടല്ലോ. അവിടെ ISSIയുടെ ഭാഗമായിട്ട് പോയതിൽ നല്ലൊരു ശതമാനം മലയാളികളാണ്. ഈ റിക്രൂട്ട് ചെയ്യുന്നതിലെ പ്രധാനികളും മലയാളികളാണ്. ഇത് ഒരു സാധാരണ സംഭവമല്ല. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും തോന്നുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ തൊട്ടിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച ആൾക്കാരുടെ സ്ഥലം എന്നൊക്കെ പറയുന്ന കണ്ണൂരിലാണ് ഇതിൻ്റെ കേന്ദ്രം, അല്ലാതെ മലപ്പുറത്തല്ല. മലപ്പുറത്തേക്കാളും കൂടുതൽ തീവ്രവാദി സംഘടനകൾക്ക് വേറെ അതെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ രഹസ്യ സങ്കേതങ്ങളാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നിന്നാണ് പിടിക്കുന്നത്. ഈ സിറിയയിലേക്കും അതുപോലെ അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ പോയ ആൾക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന പലരും അവിടെ നിന്നാണ്. അപ്പം നമ്മൾ അതെന്താണ് കാര്യം? അത് ഇത്രയും എലമെൻസിനെയൊക്കെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം കേരളത്തിൽ ശക്തമാണ്. അതിലിപ്പോൾ CPM എന്നോ അല്ലെങ്കിൽ UDF എന്നോ ഇല്ല. മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള ശക്തികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ രാഷ്ട്രീയം കളിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പം നമുക്ക് ഒരു പോസിറ്റീവായിട്ടല്ല ഒരു സന്തോഷം നൽകുന്ന കാര്യം, വളരെ സ്ട്രോങ് ആയിട്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്താണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നടപടിയായിരുന്നില്ല ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ അതിനെ നടപടിക്ക് അനുകൂലമൊന്നും ആയിരുന്നില്ല. പക്ഷേ വളരെ കാലത്തെ തയ്യാറെടുപ്പുകൾ, വളരെ കാലത്തെ പഠനങ്ങൾക്ക് ശേഷം പഴുതടച്ചുകൊണ്ടുള്ളൊരു നടപടി പോപ്പുലർ ഫ്രണ്ടിന് എടുത്തപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ കൈയടിക്കുകയാണ്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. അതിനകത്ത് BJP വോട്ട് ചെയ്യുന്നവരൊന്നുമല്ല, സാധാരണ ആൾക്കാർ. നമുക്കിപ്പോൾ ഒരു ക്രിസ്ത്യൻ ഒരു ബിഷപ്പുമാരും അല്ലെങ്കിൽ അതുപോലുള്ള ലീഡേഴ്സും ഒക്കെ BJPയോട് അടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമൊന്നുമല്ല. ഇങ്ങനെ ഒരു തീവ്രവാദികൾ ആരായെങ്കിലും ആയിക്കോട്ടെ, അതിപ്പോൾ നിർഭാഗ്യവശാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരാണ് കൂടുതലാകുന്നത്. ഇനി മാവോയിസ്റ്റ് വന്നാലും അതേ അവസ്ഥയായിരിക്കും നമുക്കുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി ആരെടുക്കുന്നു എന്ന് നോക്കിയിട്ട് അവരോട് അനുകൂലിക്കുന്ന ഒരു മാനസികാവസ്ഥ കേരളത്തിലെ മനസ്സിലുണ്ട്. ശക്തമായ നടപടി എടുക്കുന്ന ഗവൺമെൻറ്റുകളെ രാഷ്ട്രീയം നോക്കാതെ ആ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത പാരമ്പര്യം നമുക്കുണ്ട്. ഞാനിപ്പം രാഷ്ട്രീയമായിട്ട് എനിക്ക് യോജിപ്പില്ല. അടിയന്തരാവസ്ഥയെ ശക്തമായ നടപടിയാണ് എന്ന് കരുതിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം അടിയന്തരാവസ്ഥയ്ക്ക് സപ്പോർട്ട് ചെയ്തു. കേരളത്തിലെ ജനങ്ങൾ മീൻസ് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയമായിട്ടത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമായിട്ട് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി ഇന്ത്യയെ അടിയന്തരാവസ്ഥയെ തൂത്തെറിഞ്ഞ് ജനാധിപത്യം കൊണ്ടുവന്ന വലിയ സമൂഹമുണ്ട്. കേരളത്തിലും അതിന് നേതൃത്വം നൽകിയ ആൾക്കാരുണ്ട്. പക്ഷേ ശക്തമായ നടപടിയാണ് അത്. എന്തായാലും അതിൻ്റെ അകത്ത് വരുമാനം നോക്കുന്നത്, അതിനകത്ത് പൊളിറ്റിക്സ് നോക്കുക. അങ്ങനെ ഒരു നടപടി പോപ്പുലർ ഫ്രണ്ടിനെ എടുത്തു. കാരണം വലിയ ത്രെട്ടായിട്ട് കേരളത്തിലെ സോഷ്യൽ ജീവിതത്തിനും ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും എല്ലാം എതിരായ ഒരു ഫോഴ്സായിട്ട് വളരെ പവർഫുള്ളായിട്ട് വന്നു എന്ന് തോന്നിയപ്പോൾ അതിനെ വളരെ ക്ലിയറായിട്ട് അതിൻ്റെ റൂട്ട് വെട്ടുന്ന രീതി നടപടി എടുത്തപ്പോഴത്തേനും ഒത്തിരി സമൂഹങ്ങൾ അതിനോട് സപ്പോർട്ട് ചെയ്യും. യുവം പോലുള്ള പരിപാടികളിലും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, വെറും നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് രാഷ്ട്രീയമല്ല ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. അവർക്ക് അതിനപ്പുറമുണ്ട്. അതിനകത്ത് എല്ലാ പാർട്ടികളും, ഞാൻ പറഞ്ഞത് ഇത് വെറും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇതായിട്ടല്ല. അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണല്ലോ ഇതിനകത്ത് പറയാതെ പറയുന്നുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനമൊക്കെ നമ്മുടെ പോലീസിൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത്ര ഗൗരവമുള്ള രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസികൾ തന്നെ ഇരുന്നിട്ടൊരു കാര്യം തയ്യാറാക്കി കഴിയുന്നത്, അത് പബ്ലിക് ഡൊമിനിയനിൽ വരിക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ വീഴ്ചയുണ്ടോ?
അതന്നെ സർ, മറ്റൊരു തലത്തിലേക്ക് കൂടെ നമുക്ക് ഇനി ഒന്ന് കണ്ടു നോക്കാം. ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവും ഈ അടുത്തിടെയായിട്ട് BJP പുലർത്തുന്ന ഒരു ക്രൈസ്തവ ചായ്വും ഇതിനകത്ത് ഒരു ഏതെങ്കിലും ഘട്ടത്തിലൊരു കാര്യം അങ്ങനെ സംശയം തോന്നാനുള്ള കാര്യം, ഈ കത്ത് എഴുതി എന്ന് പറയുന്ന ആളൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. അദ്ദേഹത്തിന് പിടിയിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വരെ വെച്ചിട്ടാണ് കത്ത്, പേര് മൊബൈൽ നമ്പർ സഹിതം വെച്ചിട്ടാണല്ലോ കത്ത് പുറത്തു വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ മറ്റൊരാള് ഇദ്ദേഹത്തിന്റെ പേര് ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്തൊരു എവിടെയോ എന്തോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ക്രിസ്തീയ ചായ്വിനെ ഏതെങ്കിലും തലത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ടോ? അല്ല, ഇത് ശരിക്കും BJP ഓഫീസിലേക്കാണ് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് ഒരു ഭീഷണിക്കത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒത്തിരി തമാശ ഉണ്ട്. കാരണം എന്താ ഇത് സ്വന്തം അഡ്രസ്സ് വെച്ചൊരു കത്താണ്. അപ്പോൾ ഊമക്കത്തെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കത്ത് അയച്ചാൽ തലയ്ക്ക് ബോധമുള്ളവർ അയക്കുമോ? അപ്പളെ പിടിക്കത്തില്ലേ? ഇപ്പം പോലീസ് അന്വേഷിക്കാതെ തന്നെ BJP പോലുള്ള സംവിധാനത്തിലേക്ക് അങ്ങനെ കത്തയച്ചാൽ BJPക്കാർക്ക് തന്നെ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാം, മൊബൈൽ നമ്പർ എല്ലാം ചോദിക്കും. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ ഈ അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹം ആയിരിക്കില്ല അയച്ചത്, ആരും ഒരാൾ അയച്ചല്ലോ, ഒരാൾ അയച്ചില്ല. അപ്പോൾ അയച്ചത് ശരിക്കും വലിയൊരു ഒന്നുമില്ലാത്ത ചുമ്മാ ഒരു പേപ്പടി ഊമക്കത്ത് ധൈര്യമില്ലാത്തവൻ അയച്ചതാ. അതവിടെ നിൽക്കട്ടെ, അതും ഈ നിപ്പോട്ടി പറയുന്നേ ഉള്ളൂ. അതല്ല ഇന്നത്തെ പ്രധാന കാര്യം. ഒരാൾ ഊമക്കത്ത് അയച്ചു, അത് BJP ഓഫീസിൽ വന്നു, BJP ഇപ്പോൾ തന്നെ കൺസേൺഡ് പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്തു. അവരതുകൂടെ ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്. അതും ഗൗരവത്തിലെടുക്കരുതെന്നല്ല, ഗൗരവത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് അത് ആക്ട് ചെയ്ത് ഈ പറഞ്ഞ ആളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു, അദ്ദേഹത്തിൻ്റെ നിരവധി അദ്ദേഹം പറഞ്ഞു, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നു. അത് പെട്ടെന്ന് തന്നെ ഇത് ശരിക്കും 1-2 ദിവസം കൂടെ തീർത്തത് എന്നാണെന്നറിയണം. ഇത് ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് കത്തെഴുതിയ ആളെ പിടിക്കാനൊന്നും ഒരു പാടുമില്ല. ഇദ്ദേഹം വേറെ ആളുടെ പേര് പറയുന്നുണ്ട്, അതാണ് 2 ചോദ്യം ചെയ്യുമ്പോൾ തന്നെ കിളി പോലെ പറയും. ഇത് അത്രയ്ക്ക് വലിയ ഒരു നമ്മുടെ ഇപ്പം ട്രെയിൻ തീ കത്തിച്ചവൻ്റെ അത്രയും പോലും പേടിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ അതല്ല, അത് ക്രിസ്ത്യനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊക്കത്തില്ല. ഇപ്പം സഭയിലെ അച്ഛന്മാരോ അല്ലെ സഭയിലെ വിശ്വമാരോ എല്ലാവരും BJPക്ക് വോട്ട് ചെയ്യണം, അല്ലെ BJP നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിലെ അംഗങ്ങളൊന്നും എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. അവർക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ വേറെ ഇതുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ സഭയുടെ നേതൃത്വം വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാലും വോട്ട് ചെയ്യാൻ ആൾക്കാർ കാണും. അതൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ നമുക്കറിയാമല്ലോ. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ സഭകളോ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരോ പറയുന്നതാണ് ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേണിനെ അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നെങ്കിൽ ഇവിടെ എല്ലാ കാലത്തും കോൺഗ്രസ്സേ ഭരിക്കുള്ളൂ, അല്ലെങ്കിൽ UDF ഭരിക്കുള്ളല്ലോ. ഓൾമോസ്റ്റ് എല്ലാ ക്രിസ്ത്യനും ഒന്നിച്ച് നിന്നിട്ടുണ്ട്. SNDPയും NSS നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളിലൂടെ നിന്നിട്ട് UDF ഉണ്ടാക്കിയത്. അപ്പോൾ ആ നേതാക്കന്മാർ തന്നെയായിരുന്നു SRPക്കും അതുപോലെ NDPക്കും ഒക്കെ നേതൃത്വം നൽകിയത്. NSSൻ്റെ SNDPയുടെ നേതാക്കന്മാർ തന്നെ നേതൃത്വം നൽകിയിട്ട് അവർ റൺ ചെയ്ത അവരെല്ലാം കൂടെ ചേർന്നിട്ട് പോലും കോൺഗ്രസ് എല്ലാ ഭരണ തുടർച്ചയില്ല. അപ്പോൾ അങ്ങനെയല്ല സത്യം. കുറച്ചൊക്കെ വോട്ട് കിട്ടും. അതുകൊണ്ട് BJPക്ക് അനുകൂലമായിട്ട് ഒരു ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ലല്ലോ ഇവിടെ പ്രശ്നം. പക്ഷേ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെയും മേലധ്യക്ഷന്മാർ പറഞ്ഞാൽ കേൾക്കുന്നവരെയും പറഞ്ഞാൽ കേൾക്കാത്തവരുമായ കമ്മ്യൂണിറ്റിയെയും ക്യാച്ച് ചെയ്യാൻ നരേന്ദ്രമോദിയെ പോലുള്ള നേതാവിന് കഴിഞ്ഞെങ്കിൽ BJPക്ക് ഇവിടെ വലിയ മിറക്കിൾ സൃഷ്ടിക്കാൻ പറ്റും. അത് കഴിഞ്ഞേക്കും എന്ന ഭയമാണ് ഇപ്പോൾ ഇവൻ പോലെ പരിപാടി അതൊക്കെ വരുമ്പോഴത്തേന് ഇവർ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്. അപ്പോൾ അതിൽ പോലീസിലെയൊക്കെയുള്ള ചില കുരുട്ട് ബുദ്ധികളോ അല്ലെങ്കിൽ മടിയന്മാരെന്ന് പറയാനൊക്കത്തില്ല, അവരെ എന്ത് പറയാനും വിശേഷിക്കുക, അങ്ങനെയുള്ളവർ ചില കാര്യങ്ങൾ ചെയ്യും. രണ്ട് കാര്യമാണ് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ അവരുടെ ആഗ്രഹം. സംഭവിക്കാത്ത കാര്യമാണ്. ഇതുകൊണ്ട് മോഡി വരുമോ എന്ന് നിർത്തി വെക്കുമോ, അങ്ങനെ ഒരു ചിലപ്പോൾ ഈ അല്പബുദ്ധികൾക്ക് തോന്നാം. അതുകൊണ്ട് സെക്യൂരിറ്റി ത്രെട്ടായതുകൊണ്ട് വരില്ല. അത് പക്ഷേ നരേന്ദ്രമോദി എന്നത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, എന്തായാലും വന്നിരിക്കും. രണ്ടാമത്തേത്, ഇതിൻ്റെ പേരിൽ ചില പോലീസ് വിന്യാസമൊക്കെ നടത്തിയിട്ട് ഇവൻ പരിപാടി, അതാണ് ഏറ്റവും വലിയ പരിപാടി. അതിലേക്ക് ആൾ വരുന്നത് കുറയ്ക്കാം, സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുക, ഇങ്ങനെ ചില ഗിമ്മിക്സൊക്കെ കാണിക്കായിരിക്കും. അങ്ങനെ വല്ലൊരു തൃപ്തി അടയാൻ വേണ്ടിയുള്ള മാർഗ്ഗമൊന്നുമല്ലാതെ ഇത് ശരിക്കും ലീക്ക് ചെയ്തത് എന്താണ് ഉദ്ദേശിക്കുകയെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനൊരു ഡോക്യുമെൻറ്റ് മീഡിയ ഇഴക്കൊക്കെ വരുന്ന രീതിയിൽ ലീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്തിനാണെന്ന്? ഒന്നും മനസ്സിലാവാല്ലേ. അപ്പോൾ എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വരാം.
ശ്രീകത്ത, അതായത് സാർ പറഞ്ഞു നിർത്തിയത്, നമുക്ക് ഇത് സെക്യൂരിറ്റി സിസ്റ്റത്തെ കൂടുതൽ അലർട്ട് ചെയ്യുമോ, അതോ ഈ സാർ പറഞ്ഞ പോലെ കുറേയധികം ആൾക്കാരെ ഈ പരിപാടി പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമ്മൾ എത്ര ആലോചിച്ചിട്ടും അതിനൊരു മറുപടി കിട്ടുന്നില്ല. ഇനി ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് കൂടി അങ്ങനെ തോന്നുന്നുണ്ടോ സാർ? ഈ യുവ എന്ന് പറയുന്ന പരിപാടിക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അല്ല, അങ്ങനെ ചെയ്യണമെങ്കിൽ പോലീസിൽ BJP സപ്പോർട്ടേഴ്സ് കാണണം. BJPയുടെ ഒരു ആൾക്കാരിങ്ങനെ കാണണം. അതിനകത്ത് അങ്ങനെ സാധ്യത ഇല്ലാത്തതിന് കാരണം രണ്ടൂന്ന് കാര്യമാണ്. പ്രധാനമന്ത്രി മോഡി വരുന്ന പരിപാടിക്ക് ആവശ്യത്തിലധികം പബ്ലിസിറ്റി ഇപ്പോഴേ ആയി. നമുക്കറിയാം, അദ്ദേഹം ഒരു ദിവസത്തെ പരിപാടിക്ക് കൊച്ചി വരായിരുന്നത്, വേറൊരു പരിപാടിയും കൂടെ തിരുവനന്തപുരത്ത് ചാർട്ട് ചെയ്തിട്ട് നമ്മുടെ മെട്രോ വന്ദേ ഭാരത് ട്രെയിനിൽ അതിന് നമ്മൾ ആ ട്രെയിനിൻ്റെ ബോഗി വന്നപ്പോഴേ വലിയ പബ്ലിസിറ്റി, അത് കഴിഞ്ഞ് ട്രയൽ റൺ ഓടിയപ്പോഴൊക്കെ പബ്ലിസിറ്റി, പിന്നെ ഇവിടെ ചർച്ചകൾ, അത് വലിയ പബ്ലിസിറ്റി. നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നു എന്നുള്ളത് വലിയ പബ്ലിസിറ്റി ആയിട്ടുണ്ട്. എന്തോ എന്നെനിക്കറിഞ്ഞൂടെ, നരേന്ദ്രമോദി എപ്പോഴൊക്കെ കേരളത്തിൽ വരുന്നു അപ്പോഴൊക്കെ ഉദ്ദേശിക്കാതെ വലിയ പബ്ലിസിറ്റി നമ്മുടെ മീഡിയ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ നഖശികാന്തമാണ് എതിർക്കുന്നത് അപ്പോഴും എന്നും. കേരളത്തിലെ 99% മീഡിയയും നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് തന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ എന്നും ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എങ്കിൽ പോലും മോഡി വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇവർ വാർത്ത ഉദ്ദേശിക്കാത്ത ഹൈറ്റിലാണ് പോകുന്നത്. നമുക്കറിയാം, ആദ്യ പ്രാവശ്യം ഇവിടെ മുഖ്യമന്ത്രിയായി വന്നപ്പോഴത്തേനും ശിവഗിരി സന്ദർശനം ലൈവ്, എല്ലാ ചാനലുകളും എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത് തൊട്ട് ശിവഗിരി വരെ പോകുന്ന മുന്നേ ലൈവ് ഇടുകയാണ്. കാരണം അങ്ങനെയൊരു വേറൊരു ഏതെല്ലാം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രിയായിട്ട് വന്നപ്പോഴല്ല. അതുപോലെ ഓരോ പ്രാവശ്യം ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഇവിടെ ടെലഫോണിൽ കൂടെ സംസാരിച്ചപ്പോഴൊക്കെ നമ്മൾ മീഡിയയൊക്കെ അദ്ദേഹത്തിൻ്റെ പുറകെ പോയിട്ട് അങ്ങ് വാർത്ത കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണോ എന്താണെന്നറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ ഈ വരവിലും അതിൽ വലിയ പബ്ലിസിറ്റിയല്ലേ കിട്ടിയിരിക്കുന്നത്. ഈ വരവിൽ ഇപ്പം യുവം പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആന്റണിയുടെ മോൻ വരുമോ? അപ്പോൾ അതൊരു പരിപാടിക്ക് പബ്ലിസിറ്റി പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും അറിയുക എന്നുള്ളതാണല്ലോ. ഈ പരിപാടി ഉണ്ട്, അതിൽ പോകണം, അല്ലെങ്കിൽ പരിപാടി നടക്കുന്ന അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയുക. അപ്പം മോഡി വരുന്നതിന് മുമ്പേ DYFIക്കാർ ഇതാ മോഡി വരാൻ പോകുന്നു, ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകുന്ന പറഞ്ഞ് പരിപാടി നേരത്തെ നടത്തുകയാണ്. അത് വലിയ പബ്ലിസിറ്റി അല്ലേ? കോൺഗ്രസ്സുകാരും ഇതിന് സമാനമായ വേറെ പരിപാടി നടത്താൻ പോകും. അപ്പം ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ പോലീസിലെ ഏതെങ്കിലും RSകാരോ BJPക്കാരോ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സാധ്യത വളരെ കുറവല്ലേ? ഓൾറെഡി പബ്ലിസിറ്റി ഉണ്ട്, പിന്നെ എന്ത് പബ്ലിസിറ്റി? ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം, ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മോദിക്കെതിരെ ഈ രീതിയിൽ, പ്രധാനമന്ത്രിക്കെതിരെ ഈ രീതിയിൽ ഒരു വധഭീഷണി കേരളത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു രീതി മാറ്റിമറിക്കാൻ, ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഒരു മാറ്റം വരുത്താൻ ഇത് ഉതകില്ലേ? കാര്യം പ്രധാനമന്ത്രിക്കെതിരെ കേരളത്തിലെ പോലീസുകാർ തന്നെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ഭീകരാന്തരീക്ഷമുണ്ട്, ഒരു ഭീകരാക്രമണ സാധ്യതയ്ക്കുള്ള എല്ലാ സ്കോപ്പും ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ജനിപ്പിക്കുന്ന ഒരു സന്ദേശമല്ലേ അത് നമുക്ക് കൊടുക്കാൻ കഴിയാം? പ്രധാനമന്ത്രിയാണ് വരുന്നത്. അല്ല, അത് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാരണം അറിയോ, ഇത് നമുക്ക് ശരിക്കും റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കേരള ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, പോലീസ് പോലുള്ള സംവിധാനങ്ങളെയൊക്കെ ഡീമോറലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പവിത്രത അല്ലെങ്കിൽ പവർ കുറയ്ക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് എന്നും എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ ജുഡീഷ്യറി കയറ്റാനുള്ള പല നടപടികളും ഇവിടുത്തെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിധി പറഞ്ഞ ആൾക്കാരെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കുക. ഇപ്പോൾ അവസാനമായിട്ട് നമുക്കറിയാം, ഈ ഇഫ്താർ വിരുന്നിന് ലോകായുക്ത ക്ഷണിച്ചതും ഇപ്പം ചീഫ് ജസ്റ്റിസ് ആകുന്നയാൾ പെൻഷൻ പറ്റാൻ പോകുന്ന ചീഫ് ജസ്റ്റിസിന് പ്രത്യേകിച്ച് ഇഫ്താർ വിരുന്ന് നൽകിയതൊക്കെ ഇതല്ല, നല്ല സ്നേഹത്തിൻ്റെ പേരിലല്ല. അതൊക്കെ ഈ സംവിധാനത്തെ ഇത്രേ ഉള്ളൂ, ഇവരൊക്കെ അത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് വരുത്താൻ വേണ്ടിയുള്ള ഒരു അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ എല്ലാത്തിനും പോലീസിനെ ആയാലും എല്ലാവരും അവരങ്ങനെ ചെയ്യും. പക്ഷേ പോലീസുകാർ അങ്ങനെ ആയിക്കൂടല്ലോ. നമുക്ക് ഒരിക്കൽ പോലും പോലീസുകാർ ഭരണകൂടത്തിൻ്റെ ഒരു വാലാട്ടി നിൽക്കുകയോ അങ്ങനെ ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ പോലീസ് സംവിധാനം ആ രീതിയിലേക്കാണ്. അല്ല, കരുണാകരൻ്റെ കാലത്തെന്ന് പറഞ്ഞാൽ കരുണാകരനോട് ഭക്തിയുള്ള പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ അങ്ങ് അടിദാസക്കാലത്ത് പോലും അങ്ങനെ അങ്ങ് ചെയ്തില്ല. ഒരു ലിമിറ്റ്, അല്ലെങ്കിൽ ആ പോലീസുകാരെ പലതും ചെയ്യായിരുന്നല്ലോ, പല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആ രീതിയിലുള്ള ഒരു അഴിഞ്ഞാട്ടം നടന്നിരുന്നില്ല. പക്ഷേ അഴിഞ്ഞാടിയില്ലെന്നോ പോലീസൊന്നും ചെയ്തില്ലെന്നോ ഉള്ള രാജനെ കൊന്നിട്ടുണ്ട്, ഒത്തിരി RSS പ്രചാരകന്മാരെയും RSS പ്രവർത്തകരെയൊക്കെ തല്ലി ചതച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ലിമിറ്റ് വരെ പോലീസിനെ നിയന്ത്രിക്കാൻ അന്നത്തെ കരുണാകരന് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴതല്ല. ഇപ്പം ഈ ആഭ്യന്തരമന്ത്രിക്കായിട്ടുള്ള CMന് പോലീസിലൊരു കൺട്രോളും ഇല്ല. എന്തെല്ലാം നടക്കുന്നത് പോലീസിൻ്റെ എങ്കിലും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരാൻ പറ്റില്ല.
സാർ, അതിനകത്ത് മറ്റൊരു കാര്യം കൂടി, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ടെലഗ്രാഫ് പത്രത്തിന് അനുവദിച്ച ഒരു അഭിമുഖം സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. മുൻ കരസേനാ മേധാവിയായിട്ടിരുന്ന അദ്ദേഹം നടത്തിയ പരാമർശം പിന്നെ പുൽവാമ അറ്റാക്കുമായി ബന്ധപ്പെട്ടു അതിനെയൊക്കെ എവിടെയൊക്കെയോ മൂടി വയ്ക്കാനൊരു ശ്രമം ഇതിനകത്ത് നടക്കുന്നുണ്ടോ? അതൊന്നും കൂടുതൽ പറയുന്ന പോലെ രാജ്യതലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, ദേശീയ തലത്തിൽ അതൊന്നൊരു ചർച്ചയാവേണ്ട എന്നുള്ള രീതിയിൽ ഒരു മൂടി വെക്കാനുള്ള ഒരു മനഃപൂർവ്വ ശ്രമത്തിന്റെ ഭാഗം അദ്ദേഹം തന്നെ പറഞ്ഞു. ആ കരസേനാ മേധാവിയുടെ, പിന്നെ അതുപോലെ തന്നെ മുൻ ഗവർണർ ജമ്മു കാശ്മീരിലെ, അപ്പൊ ഈ രണ്ടുപേരും നടത്തിയിരിക്കുന്ന പരാമർശം ഏകദേശം ഒരുപോലെയാണ്. അതിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പറ്റിയ വീഴ്ചയാണ് അത് പുൽവാമ ആക്രമണം ഉണ്ടായതെന്നും ദുരന്തം ഉണ്ടായതെന്നും പിന്നീട് പൂഞ്ചിൽ നടന്നതിലും ഒക്കെ അതുമെല്ലാം കൂടെ ഈ തരത്തിൽ വരുന്ന നമ്മുടെ സൈനികർക്കെതിരെ നടക്കുന്ന ഇത്തരം ഭീകരാക്രമണങ്ങളിലെ മറച്ചു പിടിക്കാനും ഇതിൽ സർക്കാരിനുണ്ടായ വീഴ്ചയെ മറച്ചു പിടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ടോ? അല്ല, ഈ പുൽവാമയുടെ കാര്യം പറഞ്ഞത് മുൻ ഗവർണർ മാലിക്കാണ്. അതെ, സത്യപാൽ മാലിക് ഗവർണറാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇങ്ങനെ ഒരു അവിടെ സൈനികരുടെ മരണത്തിന് കാരണം സെക്യൂരിറ്റി വീഴ്ച, സുരക്ഷ, ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയാണ്. ഇങ്ങനെ ഒരു ഭീകരരവിടെ ഒരു ആക്രമണം നടത്തുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തപ്പം ആ പട്ടാളക്കാരെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഹെലികോപ്റ്റർ വിമാനം ആവശ്യപ്പെട്ട് തന്നില്ല. അതാണല്ലോ പുള്ളിയുടെ മെയിൻ ആർഗ്യുമെൻറ്റ്. ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഇൻ്റലിജൻസ് വീഴ്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അങ്ങനെയല്ലെങ്കിൽ സംഭവിക്കത്തില്ല. ഇൻ്റലിജൻസ് വീഴ്ചയാണെന്നുള്ള ഒരു തർക്കമില്ല. അല്ലെങ്കിൽ ഇൻ്റലിജൻസുകാർ അത് ഗവർണറുടെ അതിൻ്റെ അകത്ത് നടപടി എടുക്കേണ്ട ആരാണോ അവരുടെ ഭാഗത്തെല്ലാം വീഴ്ചയുണ്ട്. ഇനിയും കരസേനയുടെ മേധാവിയാണ് അതിൻ്റെ അകത്ത് പ്രധാന വീഴ്ചക്കാരനെ അയാളുടെ ഭാഗത്ത്. ഇനി അതല്ല പ്രധാനമന്ത്രിയാണ് കുറ്റക്കാരനെങ്കിൽ പ്രധാനമന്ത്രി, ഇനി ഗവർണർക്ക് എന്തെങ്കിലും പദവി ഉണ്ടെങ്കിൽ ആ ഒരു സംവിധാനത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ പങ്കാളിത്തമുണ്ട്. ഒരാളല്ല, നരേന്ദ്രമോദി നേരിട്ടല്ല ഇതെല്ലാം ചെയ്യുന്നത്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതിനകത്ത് ഇതുണ്ട്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടന്ന സുരക്ഷ കാണാതെ ഇങ്ങനെ പട്ടാളക്കാർക്കെതിരെ ആക്രമണം അതുപോലുള്ള സംഭവങ്ങളുടെ സുരക്ഷാ വീഴ്ച തന്നെയാണ്. അതിനകത്ത് മാലിക്ക് പറഞ്ഞതിൽ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ രണ്ടാമതൊക്കെ പുള്ളി പറഞ്ഞ എന്താണ്, ഒരു കാശ്മീർ പോലുള്ള സ്ഥലത്ത് ഒരു രണ്ട് ഭീകരന്മാരെ നടപ്പുണ്ട്, അതുകൊണ്ട് നമ്മുടെ പട്ടാളക്കാരെല്ലാം പൊക്കോ, വിമാനത്തെ കയറി പൊക്കോ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അല്ലല്ല, വിമാനം ഒരിക്കൽ പോലും പട്ടാളക്കാരൻ്റെ പണി അതല്ല. പട്ടാളക്കാരൻ രണ്ട് ഭീകരർ അവിടെ നിൽപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് അവനെ കൊല്ലാൻ പോകുന്നവരാ. അല്ലാതെ അവർ രണ്ട് ഭീകര നടപ്പുണ്ട് ആയുധങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെട്ടോളാൻ ഒരു ഗവർണർക്കും പറയാനൊക്കത്തില്ല. അങ്ങനെ ഒരു ഗവർണർ പിടിച്ച് പ്രധാനമന്ത്രി ഞാൻ മിണ്ടിപ്പോരെന്ന് പറയാതെ അതാണല്ലോ പറയേണ്ടത്. അല്ലാതെ പട്ടാളക്കാരോട് നിങ്ങൾ കയറിപ്പോരാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സുരക്ഷ എവിടെയാണ്? അതിർത്തി കാക്കുന്ന പട്ടാളക്കാരൻ എപ്പോഴും അപ്പുറം നിന്ന് അറ്റാക്ക് വരാം. പാകിസ്ഥാൻ്റെ ബോർഡാണെങ്കിൽ പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ അറ്റാക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അപ്പുറം പാകിസ്ഥാൻകാർ 4-5 പട്ടാളക്കാരല്ല, ചൈനയുടെ ബോർഡറിൽ 4 പട്ടാളക്കാർ അവിടെ ക്യാമ്പ് അടിക്കുമ്പോഴത്തേനും അടുത്ത ഫ്ലൈറ്റ് കയറി പോരുകയാണോ? അങ്ങനെ പറഞ്ഞ ഇയാളാണ് വിഡ്ഢി. ഈ ഗവർണർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളാണ് കുറ്റക്കാരൻ. പട്ടാളക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വിമാനം അയക്കാൻ പറഞ്ഞാൽ അയാൾ അയക്കുമോ? കരസേനാ മേധാവിയോട് പറഞ്ഞാൽ അയാൾ ചെയ്യുമോ? പട്ടാളക്കാർ ഇതുണ്ടെങ്കിൽ വെടിവെച്ച് തന്നിട്ട് പറയും, അല്ലെങ്കിൽ മരിക്കാൻ പറയും. അവർ ഫൈറ്റ് ചെയ്യട്ടെ. അത് വീരമൃത്യുവാണ്. അവർ ദേശീയ പതാകയും കയ്യിലാക്കിക്കൊണ്ട് പോയി പട്ടാളക്കാർ പോകുന്നത്. ഈ മാലിക്കിനെ പോലെയുള്ള ആൾക്കാരല്ലല്ലോ അവർ. അപ്പോൾ ഈ മാലിക് രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഈ ഗവർണറായിരിക്കുമ്പോൾ പോലും കർഷക സമരം BJPക്കെതിരെ ഒരു പൊളിറ്റിക്കൽ സമരമായിട്ട് മാറിയപ്പം കർഷക സമരത്തിന് ഒപ്പം നിന്നയാളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഈ പല ആൾക്കാരെയും പല രീതിയിലും അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് BJP ഗവർണർമാരായിട്ടൊക്കെ. അവരൊക്കെ അവരല്ലേ അവരുടെ ഐഡൻറ്റിറ്റി കാക്കേണ്ടത്. ഇവിടെ എന്താ മാലിക് പറഞ്ഞതിനകത്ത് എന്താ യുക്തിയാണ് ഉള്ളത്? അല്ലേ? ഇനി അത് വേറെ മര്യാദയുള്ളതാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, നമ്മുടെ ഇദ്ദേഹം അജിത് ഡോവലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഇക്കാര്യം മിണ്ടരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് പറയാൻ പറ്റുള്ളൂ. പട്ടാളക്കാരെ അല്ല ഞാൻ വിമാനം അയച്ച് അവരെ വിടാമെന്ന് പറയാൻ പറ്റുമോ? ഇനി അങ്ങനെ അവിടെ നിന്നു. ഇയാളൊരു ഗവർണറാണല്ലോ, അയാൾ വലിയ ഇതാണെങ്കിൽ ഇത്രയുള്ള പവറുള്ള അയാൾ മിണ്ടരുതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അയാൾ ധൈര്യമുള്ളവരാണ് അപ്പം തന്നെ പറയണമായിരുന്നു. വേണ്ടേ? മിണ്ടരെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം അത് വലിയ കുറ്റമായിരുന്നു, രാജ്യത്തെ ദ്രോഹിക്കുന്ന കുറ്റമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇപ്പോഴും പറഞ്ഞ പോലെ ചർച്ച ചെയ്യുന്ന വിഷയമായിരുന്നെങ്കിൽ അയാൾ അന്ന് തന്നെ പറയണമായിരുന്നു. തൻ്റെ ഉള്ള ആളായിരുന്നെങ്കിൽ അന്ന് തന്നെ പബ്ലിക്കോട് പറയണം, ഇങ്ങനെ ഞാനിങ്ങനെ സൂചിപ്പിച്ചപ്പോൾ ഇവർ രണ്ടും എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയണം. അത് പറഞ്ഞില്ല. മിണ്ടായിരുന്നിട്ട് ഇപ്പം ഗവർണർ പദവി എല്ലാം പോയി കുറേ കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എഴുതിയിരിക്കാൻ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അതെ, അല്ല CB പ്രോബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രോബ് അല്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. 300 കോടിയോ 3000 കോടിയോടെ എന്തോ അഴിമതിയുടെ ഒരു കാര്യം റിലയൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഗവർണറായിരുന്നപ്പം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഗവർണറെ പോലെ അന്നത്തെ മുൻ ഗവർണറെ പോലുള്ള ആൾ അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ CB അന്വേഷിക്കണ്ടേ? അത് ഓൾറെഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ട്
സാക്ഷിയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒരു സാക്ഷിയെ വിളിക്കുന്നത് ആരെല്ലാം സാക്ഷിയെ പട്ടിയെ പോകുന്നത്. നമ്മൾ അതിനകത്തൊന്നും ഇതിന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഇപ്പോൾ ആഘോഷിച്ച് എന്തോ വലിയ സംഭവം. CBI ചോദ്യം ചെയ്തു, CBI ചോദ്യം ചെയ്യുന്ന പ്രതിസ്ഥാനം നിർത്തിയല്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക. അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം പറയുന്നു. അപ്പോൾ അറിയണ്ടേ, എന്നോട് വന്ന് കാശ്മീരിലെ സ്ത്രീകളൊക്കെ ബലാത്സംഗം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞപ്പോഴത്തേനും രാഹുൽ ഗാന്ധിയോടും പോലീസിന് ചോദിച്ചു, എവിടെ ഏത് സ്ത്രീ, പേര് പറയാൻ വല്ലതും അറിയാവോ? അപ്പോൾ അതൊന്നും പറ്റില്ല. അങ്ങനെ ശരിയല്ലല്ലോ. നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയല്ലേ. അത് കെജ്രിവാൾ പോയി CBIയുടെ മുമ്പിൽ പോയി ചോദ്യം ചെയ്തപ്പോൾ പോയി കൈകിട്ടി നിന്നു. ഈ പറയുന്ന മോഡി CBIയുടെ മുമ്പിൽ പോയി നിന്നിട്ടുണ്ട്. അമിത്ഷാ ജയിലിൽ കിടന്നിട്ടുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ കേസിന് നമ്മുടെ ജുഡീഷ്യറിയിലും നമ്മുടെ സംവിധാനത്തിലും നമ്മുടെ ഭരണത്തിലും വിശ്വസിക്കുന്ന ഒരു കേസ് വരുമ്പോൾ അങ്ങനെ ചെയ്യണം. ഒരു കാര്യം വെറുതെ ബ്ലൈൻഡായിട്ട് പറഞ്ഞാൽ അത് അന്വേഷിക്കാൻ ആൾക്കാരോടും അത് പറയണം. അതിൻ്റെ സോഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസോ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ല അതിൻ്റെ പേരിൽ അതായത് ഈ പ്രസ്താവനത്തിൻ്റെ അത് പീഡിപ്പിക്കാന്ന് ഇപ്പോൾ ഉള്ള രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ മറ്റേ കരസേന മേധാവി പറഞ്ഞാൽ മീശക്കൊമ്പൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. അദ്ദേഹം മുൻ കരസേന മേധാവി ആയിരുന്നു, കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. ഒരു രാഷ്ട്രീയ ബന്ധത്തിന് അത് പറഞ്ഞ് അദ്ദേഹമൊക്കെ പറഞ്ഞ് ആര് മുഖവരിക്കെടുക്കും? അത് ആ സമയത്തുള്ള കരസേന മേധാവിയൊന്നും അല്ലല്ലോ അദ്ദേഹം കരസേനയ്ക്കൊരു വീഴ്ച വന്നു എന്ന് കരസേനാ മേധാവിയായിരുന്ന ആളൊക്കെ പറയുമ്പം അദ്ദേഹം ആ ഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു എന്നുള്ളതിലും തോന്നണ്ടേ? നമ്മളുടെ വീഴ്ച വന്നിട്ടുണ്ടല്ലേ ഇത്രയും പേര് മരിച്ചേ. അപ്പോൾ ആ വീഴ്ചയുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനും കൂടെ ബാധകമാണ്. മുൻ മേധാവി ആയിരുന്നെങ്കിലും അദ്ദേഹം കൂടെ ബിൽഡപ്പ് ചെയ്ത, അദ്ദേഹത്തെയും കൂടെ രൂപപ്പെടുത്തിയ ഒരു സംവിധാനമാണല്ലോ. അപ്പം അതൊക്കെ പബ്ലിക്കിനോട് പറയേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളൊന്നും ഇങ്ങനെ വീട്ടിൽ തുറന്ന് പറയുന്നത് ശരിയല്ല. അതറിയാവുന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അജിത് ഡോവൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. രാജ്യത്തെ സ്നേഹിക്കുന്ന, രാഷ്ട്രഭക്തിയുള്ള, സൈന്യത്തോട് സ്നേഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല അല്ലാതെ പറയും അതിന് റിയാക്ഷൻ എന്തായിരുന്നു നോക്കണ്ടേ? ഇങ്ങനെ സംഭവം ഉണ്ടായാൽ എന്ത് വീഴ്ചയായാലും എന്തായാലും ഇങ്ങനെ സംഭവം ഉണ്ടായി, സംഭവത്തിന് ശേഷമുള്ള റിയാക്ഷൻ എന്തായിരുന്നു? അതല്ല, അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ അറിയണ്ടേ. അതിപ്പം ഇതിൻ്റെ ഈ രാഷ്ട്രീയം വെച്ച് ഈ രണ്ടുപേരും പറഞ്ഞ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്, അല്ലാതെ അവർക്കൊരിക്കൽ പോലും ഈ സൈന്യത്തോട് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഉണ്ടായിരുന്നെങ്കിൽ അന്ന് പറയണ്ടേ. ഞാൻ ചോദിച്ചത് ഈ സത്യപാൽ മാലിക് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? അദ്ദേഹം വലിയ കോൺഗ്രസിലേക്ക് പ്രവേശനം, കോൺഗ്രസിൽ MP ആയിരുന്നു, കോൺഗ്രസിന്റെ ഇതിലാണല്ലോ അദ്ദേഹം, കോൺഗ്രസ്സുകാരനാണല്ലോ ബേസിക്കലി. അല്ല, മാലിക് സോഷ്യലിസ്റ്റാണ്. മറ്റേയാളാണ് കോൺഗ്രസ് MP ആയിരുന്നത്, ഈ കരസേനയുടെ മുൻ മേധാവി എന്ന് പറഞ്ഞാണ്. മറ്റേ മാലിക് കോൺഗ്രസ്, അദ്ദേഹത്തിന് താല്പര്യം അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്കറിയാമല്ലോ BJP UPയിലും പല സംസ്ഥാനങ്ങളിലും BJP ഐഡിയോളജിയുള്ളവരെ കൊണ്ട് മാത്രമല്ല പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്, രാഷ്ട്രീയ നേട്ടവും ഭരണവും പിടിച്ചിരിക്കുന്നത്. ആസാമിലായാലും ഇനി UPയിലായാലും ഒക്കെ, ഇപ്പം മഹാരാഷ്ട്രയിലായാലും പല സ്ഥലം, ഇപ്പം കേരളത്തിലായാലും ഇപ്പം BJPയുടെ മാത്രം വോട്ട് കൊണ്ടൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈ പറയുന്ന പല ഇക്വേഷൻസൊക്കെ വരുന്നില്ലേ, അതൊക്കെ BJP ചിലപ്പോൾ ഒരുപക്ഷെ BJP ഭരണത്തിൽ വരുമ്പോൾ ആ എലമെൻറ്റ്സൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പം പല കാര്യങ്ങളൊക്കെ വരും. അവരെല്ലാം BJPയുടെ ആശയത്തിനൊപ്പം പോകുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ അവർ ചെയ്യുന്ന ചില കുഴപ്പങ്ങൾ ഇങ്ങനെ BJPയെ ബാധിക്കും. അങ്ങനെ ബാധിച്ചിട്ടാണിത്. ഇദ്ദേഹത്തെ പോലുള്ളവരെ ഗവർണറാക്കി, അതിൻ്റെ ഒരു ശിക്ഷയാണിത്. പക്ഷേ അങ്ങനത്തെ ശിക്ഷ ചിലപ്പോൾ വാങ്ങേണ്ടി വരും. ഇങ്ങനെയുള്ളവരെ ഒന്നും ചെയ്യാതെ ഒന്നും BJPക്ക് പെട്ടെന്ന് ഈ പൊളിറ്റിക്കൽ സിനാറിയോയിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുത്താൻ പാടാണ്. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ എന്തായിരുന്നാലും ഇനി തുടരെ ഒരു അന്വേഷണം നടക്കണം. കേരള പോലീസിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ട ഇത്തരം രേഖകൾ പുറത്തുവിട്ടതാര്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു അന്വേഷണ പുരോഗതി ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം. ഇന്നത്തെ ചീഫ് ക്രിയേറ്റേഴ്സ് കോളം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.